ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ലക്നൌവിലാണ്. ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ വണ്ടിയൊക്കെ ആയിട്ട് വരും. ലക്നൌവിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണേണ്ട സ്ഥലങ്ങൾ, നമ്മൾ പറയുന്ന സ്ഥലങ്ങൾ അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറായിട്ട് അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് പിന്നെ വലിയ റിസ്ക് ഇല്ലല്ലോ. റോഡിനെ പറ്റിയൊക്കെ നമുക്ക് അത്രയ്ക്കും അറിയില്ല. പോയി കഴിഞ്ഞാലേ നമുക്ക് സമയം കാര്യങ്ങളൊക്കെ പോയി തിരിച്ചേക്കാം. അവർക്കാണ് കൃത്യ സ്ഥലമൊക്കെ അറിയാം. ടൈം എടുക്കുന്നതുകൊണ്ട് അവരാകുമ്പോൾ നല്ല സ്പീഡിൽ വേഗം എത്തിക്കുമല്ലോ. അപ്പോൾ അതായതുകൊണ്ട് നമ്മളൊന്ന് അങ്ങനെ വണ്ടിക്ക് പോവാണ്. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. അവിടെ മിഡും സണ്ണിയും വേറെ റൂമിലാണ്, അവരും റെഡി ആയി അവരും ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട്, ലക്നൗ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ലഗേജൊക്കെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ എല്ലാം വെച്ചിട്ട് അവർ കൊണ്ടുവരുന്ന വണ്ടിയിലാണ് നമ്മൾ കയറി കറങ്ങാനൊക്കെ പോകുന്നത്. നമ്മുടെ വണ്ടി എത്തിയിട്ടില്ല, അപ്പോൾ വരുമായിരിക്കും. ഞങ്ങൾ റൂം എടുത്ത് താമസിച്ചതായി ഇവിടെ കേട്ടോ, അതിൻ്റെ അഡ്രസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി എത്തി. അപ്പോൾ ഡ്രൈവറൊക്കെ ആയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയായിരുന്നു വണ്ടി ബൈ മിസ്റ്റേക്കിൽ, പിന്നെ വീണ്ടും തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ലക്നൌവിലുള്ള സൂ കാണാനാണ്. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ വന്ന് 1-2 പ്രാവശ്യമൊക്കെ കണ്ടേക്കുന്നത് കേട്ടോ. എന്നാലും ഇവർ വന്നപ്പോൾ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വഴി സൈഡിൽ നമ്മൾ വണ്ടി നിർത്തി അവിടുന്ന് ഓറഞ്ചും പഴമൊക്കെ വാങ്ങി അങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് കഴിച്ച് അങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഒരുപാട് ദൂരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ സൂ കാണാൻ പോകാൻ. അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മൾ അവിടെ എത്തി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് കടക്കണം. കൈമ അങ്ങനെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു തന്നിട്ടുണ്ട്, ഒട്ടിക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ തന്നെ ഒട്ടിച്ചത്. പിന്നെ ഇവിടെ ലക്നൌവിൽ നമുക്ക് എയർപോർട്ടൊക്കെ ഉള്ളതാ. ഫ്ലൈറ്റിന്റെ ഒച്ചേക്കാം. ഒരു പ്ലെയിൻ പോകുന്നുണ്ട്, കാണുന്നില്ല, ഒച്ച കേൾക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ സൂവിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇനി ഓരോരോ കാഴ്ചകൾ നടന്ന് കാണണം. ഈ ഒരു ഏരിയ ഫുൾ മാനാണ് കേട്ടോ, മാൻ. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഇപ്പോൾ സൂവിൽ വന്നിട്ട് ഫസ്റ്റ് കാണുന്നത് മാനിനെയാണ്. ഇങ്ങനെ റെയിൽപാടുണ്ട്. ട്രെയിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ന് ഞങ്ങളിതിപ്പോൾ രാവിലെ എത്തിയില്ല അവിടെ. അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂന്നാണ്. അതിനുള്ള ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഉണ്ട് കേട്ടോ മാനുകൾ. ഉച്ചക്ക് വെള്ളത്തിലിറങ്ങിയൊക്കെ നിൽക്കണേ. ഇവർക്ക് കൊമ്പില്ല. ഇവിടെ കുറച്ച് പേരുള്ളത്, അധികമില്ല. ഇത് കുറച്ചേ ഉള്ളൂ. ഇത് ചിമ്പാൻസിയുടെ ഏരിയയാണ്. ഇവിടെ ചിമ്പാൻസി ഇപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, സൂം ചെയ്ത് അത്ര ക്ലിയർ ആവില്ല. അതിൻ്റെ ഉള്ളിലുണ്ട്, ആ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ ഒരു മയിലിരിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ പീകോക്കിനെ കാണാൻ. പണ്ടത്തെ ട്രെയിൻ അതും വെച്ചിട്ടുണ്ട് നമ്മുടെ സൂവിൽ. വലിയ ഗർത്തമാണ് ഇവിടെ, ഗർത്തം. അവർക്ക് ചാടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നമ്മൾ ടെഡി ബെയറൊക്കെ കാണാറില്ല, ഇപ്പൊ ഒറിജിനൽ ബെയറിനെ കാണാം. ഭയങ്കര ഹെവി ബോഡി, ഫുൾ ഫറാണ് അതിൻ്റെ മേത്ത്. നമ്മുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വേറെ ഒരാളുണ്ട് ആ ഡോറിൻ്റെ അടുത്ത്. പക്ഷെ അത് നമുക്ക് അത്രയ്ക്കും
ക്ലിയറായി കിട്ടില്ല. കടുവ ദേ വരുന്നത്, ഇതിനകത്ത് കടുവയെ ഉലർത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് മുന്നോട്ടേക്ക് വരില്ല കേട്ടോ, അവിടെ അത്രയും സ്ഥലത്ത് മാത്രം കിടന്ന് കറങ്ങണം. ഇവിടെ വലിയൊരു കടുവ, വലിയതാട്ടോ. ഇതിനകത്ത് ഇവിടെ ഡബിൾ പ്രൊട്ടക്ഷനാണ് കൊടുത്തേക്കണത്. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അതൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ വീണ്ടും കാഴ്ചകളൊക്കെ കാണാനായിട്ട് നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ആനിമലിനെ കണ്ടാൽ പിന്നെ നമുക്ക് കുറേ ദൂരം നടക്കേണ്ടി വരാണ്. നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഒരു ആനിമലിനെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടന്ന് നമ്മൾ വയ്യാണ്ടാവണം. ഇവിടെ നല്ല സീനറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ എന്താ പറയുക ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നല്ല അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഗാർഡനും കാര്യങ്ങളും. ഇവിടെ ബേഡ്സുകൾ, സ്വാൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അരയന്നം ടൈപ്പ് അങ്ങനത്തെയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കുറേ. പിന്നെ ഇത് മൊത്തം ഒരു ഗാർഡൻ ഏരിയ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് പിന്നെയും ഇങ്ങനെ നടന്ന് നീങ്ങാണ്. കുറേ നേരം നമുക്ക് നടക്കേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടന്ന് ചെറുതായിട്ട് ബോറടിച്ചു തുടങ്ങി, മടുത്തു തുടങ്ങി. അടുത്തടുത്തുണ്ടെങ്കിൽ നമുക്ക് ഓടി നടന്ന് കാണാമല്ലോ. ഇവിടെ നല്ല രസമുണ്ട്, പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗി. ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ട്. സൂ ആണെങ്കിലും ഒരു ഏരിയ മൊത്തം ഗാർഡൻ ഏരിയ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ്, കളർഫുൾ ഫ്ലവേഴ്സ്. അങ്ങനെ കുറേ നടന്ന് മടുത്തു കഴിയുമ്പോൾ ഞങ്ങളിത് അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിച്ച് കുറച്ച് നേരം ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ വീണ്ടും അടുത്ത ട്രിപ്പ് നടക്കുന്നത്. അപ്പോൾ അതേ വീണ്ടും നമ്മൾ ഇത് ഫിഷ് കാണാനൊക്കെ ആയിട്ട് അക്വേറിയത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പല ടൈപ്പ് ഫിഷുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓടി നടന്ന് കണ്ട് അവിടെ നിന്ന് നീങ്ങി. പിന്നെ അടുത്തത് അവൾ ഹൗസ് എന്നും പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് അവളിനെ കാണാം ഉള്ളിൽ. അപ്പോൾ അതൊക്കെ കണ്ട് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങണം നമ്മൾ. ഇത് സിംഹത്തിന്റെ ഏരിയ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഫുഡൊക്കെ അടിക്കൽ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുക. കാരണം ഒരുവിധം വെയിലായി കഴിയുമ്പോൾ പിന്നെ ആരും ആനിമൽസ് ഒന്നും അധികം പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അവരിങ്ങനെ കിടക്കണല്ലോ അവിടെ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ കാണുന്നത് മുതല കേട്ടോ. മുതല ഇഷ്ടമായി ഉണ്ടായിരുന്നു ഈ കുളത്തിന്റെ 4 സൈഡിലും. അപ്പൊ അങ്ങനെ കമ്പി വലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നാണ് കാണുന്നത്. പക്ഷെ നമുക്ക് മുതലകളെ വൈരി കാണാൻ പറ്റിയ അവിടെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി ലേറ്റ് ആവും. അവിടെ തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത. പിന്നെ പണ്ടൊക്കെ ഞങ്ങൾ വന്ന് കണ്ട അത്രയും ആനിമൽസ് ഒന്നും ഈ പ്രാവശ്യം ചെന്നപ്പോൾ കാണാൻ പറ്റിയില്ല. മുമ്പത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു ഈ പ്രാവശ്യം ആനിമൽസ് ഒക്കെ അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സൂ ഒക്കെ കണ്ട് വണ്ടിയുടെ അടുത്തേക്ക് എത്തി. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു വണ്ടിക്കായിട്ട്. അങ്ങനെ വണ്ടി വന്നു, നമ്മൾ കയറണം. അപ്പോഴേക്കും സമയം 12:30-1 മണിയായിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കേണ്ട സമയം. നല്ല വിശപ്പായി. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്രോപ്പർലി നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ അത് ലക്നൌവിലുള്ളത് ആര്യൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാട്ടോ നമ്മൾ ഇപ്പോൾ കയറുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെപ്പറേറ്റ് ഫുഡുകളൊക്കെ ആയിട്ട് ഓർഡർ കൊടുത്തത്. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മെനു നോക്കി അങ്ങനെ ഓർഡർ കൊടുത്തു. അഞ്ജുദേ മസാല ദോശയായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ അഞ്ജുവിൻ്റെ ആദ്യം തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ വെജ് താലി, നോൺ വെജ് താലി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ കൊടുത്തായിരുന്നത്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇത്രയും നല്ല ഫുഡ് കിട്ടുന്നു. എന്തായാലും നല്ല സൂപ്പറായിരുന്നു. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സണ്ണിക്കും വിടുവിനായാലും നന്നായിട്ട് ഇഷ്ടമായി. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. എല്ലാ ടൈപ്പ് ഐറ്റംസ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ കേക്കിന്റെ പീസും വെച്ചിട്ടുണ്ട്, ബ്ലൂബെറി കേക്കും വെച്ചിട്ടുണ്ടായിരുന്നു അവര്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ഇത് 2 നാൻ, ഇത് റൈസ്, ഇത് പനീറാന്ന് തോന്നുന്നു, ഇത് പരിപ്പ് കറി, ഇത് ഒരു ഉപ്പേരി, തൈര്, സാലഡ്, എല്ലാത്തിൻ്റെയും. ഇതിൻ്റെ വില പറയുന്നത് എത്രയാ? 430 രൂപ അല്ലേ? നോ, അത് അനിയുടെ. നോൺ വെജിന് 480, വെജിന് 430.
അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ നല്ലപോലെ തന്നെ എൻജോയ് ചെയ്ത് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു, പിന്നെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ, എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനും കിട്ടി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവര് ചോക്ലേറ്റ് ഷേക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ചോക്ലേറ്റ് ഷേക്ക് ഒക്കെ കുടിക്കുന്നുണ്ട്. ഞാനത് കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി അങ്ങനെ എല്ലാവരും കഴിച്ചതാ. നമ്മൾ ഇറങ്ങണം കേട്ടോ, ഇനി അവിടെ നിന്ന് ഇറങ്ങണം. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഇവിടെയുള്ള അമീനാബാദ് മാർക്കറ്റിലേക്ക് കേട്ടോ. അത് അമീനാബാദ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. പിന്നെ നല്ല എന്താ പറയാ, നല്ല ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഷോപ്പിംഗ് മെയിൻലി ചെയ്യാനായിട്ടല്ല എങ്കിലും ഇവരെ മാർക്കറ്റൊക്കെ കാണിക്കും, അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. അത് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, അധികം ദൂരമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ അമീനാബാദ് മാർക്കറ്റിൽ എത്തിയിട്ടോ. അപ്പൊ ഇവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നില്ലേ. ഞങ്ങളൊരു ഉച്ച സമയത്തിന് വന്ന, ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഉടനെ വന്നതാണ്. ആ സമയത്ത് തന്നെ നല്ല റഷാ. വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരണമെങ്കിൽ ഭയങ്കര റഷായിരിക്കും കേട്ടോ. അപ്പൊ അതായത് വണ്ടി നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഡ്രൈവർ ചേട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങളിതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെറുതായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ആരംഭിച്ചു. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ടേക്കാ പോകേണ്ടതെന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. 4 വശത്തേക്കും വഴികളുണ്ട്, ഇഷ്ടംപോലെ ഷോപ്സുകളുണ്ട്. പിന്നെ റോഡ് സൈഡിലും ഇട്ട് അവർ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്യണം, എന്നാലും അവർ നമുക്ക് കുറച്ച് തരുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അവർ നല്ല റേറ്റ് ആയിരിക്കും പറയാ. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു കുറച്ച് തരുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. സണ്ണി വീടും അവർക്ക് ഇഷ്ടമുള്ള ബാഗ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിലിതാ ഇങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങണം. ഇവിടുന്ന് നമുക്ക് ഒരുവിധം എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. കിച്ചൺ ഐറ്റംസും അതുപോലെ വീട്ടിലേക്കൊക്കെ വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനത്തെ ഒരു മാർക്കറ്റാണിത്. സണ്ണി വീട് ഇവിടുന്ന് നെറ്റ് പോലത്തെ ലിഡ് ഉണ്ടല്ലോ, പാത്രങ്ങൾ വെക്ക് നമുക്ക് മൂടി വെക്കാവുന്നത്. അപ്പൊ അത് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കണ്ടപ്പോൾ വീഡിയോന് ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന്റെ ചെറുതും വലുതൊക്കെ ഇവിടെ കാണാൻ പറ്റി. അപ്പൊ അത് അങ്ങനെ അവര് സെലക്ട് ചെയ്ത് അത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ആയാലും നല്ല ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഡബിൾ ബെഡ്ഷീറ്റും സിംഗിൾ ബെഡ്ഷീറ്റും ഒക്കെ നല്ല തുണി കാണാനും പിന്നെ റേറ്റ് ആയാലും ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി വേറെയും കുറച്ച് ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഈ മാർക്കറ്റിൽ നമുക്ക് അധികം ഷോപ്പിന്റെ ഉള്ളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ കിട്ടും. റോഡിന്റെ 2 സൈഡിലായിട്ട് അവരിങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സെയിൽ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകണം. അപ്പൊ നമ്മുടെ ലക്നൗ വിശേഷങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.